الحمد لله الحمد لله الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واجب الخير والجود ويا راية كل مقصود أقم علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وآتيت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم الطائب من الذنب كمن لا ذنب له. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. اطلب متابا بالندامة مكلعا وبعدم ترك الذنب فيما استقبلا وبراءة من كل حق الآدمين ولهذه الأركان فرعبة منها وكه دواما
بالمحاسبة التي تنهاك تقصيرا جرى فتساهلا وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما പേടിച്ചു പാപികൾ കണ്ണുനീരൊഴുകേണ്ടതാ റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ പാപങ്ങളോലോ നിന്നി നീ പറയേണ്ടതാ വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റാഴമോ തേട്ടുടനടി നിറയത്തെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ട നിന്നോടരിവുറപ്പിനു തോന്നണം പടിവാതിലൊഴിയാതവിടെ നിന്നു നീ കരയണം പറയേണ്ടതാണ് അവനോട് യാ റഹ്മാനേ ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനേ പൊറുക്കന്റെ പാപം ചെയ്തി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ പൊറുക്കന്റെ പാപം ചെയ്തി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ ഞാൻ എന്റെ അജ്ഞത കൊണ്ട് നിന്നെ മറന്നതാ കന്നാത്തു മന്ത്രം തന്നു മന്ദത വന്നതാ ഇഹലോകാർഭാരങ്ങളെന്നെ വലച്ചതാ നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് നീ ആദരവിലായി എന്നെ ഗതിമുട്ടി വന്നവനാണ് ചെണ്ടാനിന്നു ഞാൻ ഗതിമുട്ടി വന്നവനാണ് ചെണ്ടാനിന്നു ഞാൻ എന്നോട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ ഗതിമുട്ടി വന്നവനാണ് ചെണ്ടാനിന്നു ഞാൻ എന്നോട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ. സമാദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യനായ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തിയ ദുആയോടുകൂടി സദസ്സിന്റെ ആത്മീയതയ്ക്ക് തുടക്കം കുറിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ട്രഷറർ ബഹുമാന്യനായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സ്വാഗത പ്രഭാഷണം നടത്തിയ ഈ സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ കൂടിയായ, കുറെ നാളുകളായി അശ്രാന്ത പരിശ്രമം നടത്തുന്ന എന്റെ ബഹുമാന്യനായ സുഹൃത്തു കൂടിയായ ആദരണീയ പ്രഭാഷകൻ, മികച്ച സംഘാടകൻ, പ്രഗത്ഭനായ വാഗ്മി ബഹുമാന്യനായ നാസർ ഫൈലി കൂടത്തായി,
ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി, ഈ അത്തോളിയുടെ കൈരളിക്ക് നൽകിയ സംഭാവന ബഹുമാന്യനായ എന്റെ ഒരു പ്രാർത്ഥനയോടുകൂടിയുള്ള അഭ്യുദയാകാംക്ഷി കൂടിയായ ബഹുമാന്യനായ ഡോക്ടർ MK മുനീർ സാഹിബ്, പാറന്നൂർ ഉസ്താദ് മജ്ലിസിനൂർ വാദി തൈബ പ്രഖ്യാപനം നടത്തിയ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ആർഭാടമില്ലാത്ത ലാളിത്യത്തിന്റെ സ്വരൂപമായ ബഹുമാന്യനായ നമ്മുടെയൊക്കെ വഴികാട്ടി ശൈഖുന ഈ കോയക്കുട്ടി മുസ്ലിയാർ, ആദരവും ഉപഹാര സമർപ്പണവും നടത്തിയ അമർപ്പണവും നടത്തിയ MP ശ്രീ MK രാഘവൻ, അതിഥികളായി ഇവിടെ എത്തിയ ഈ നാടിന്റെ ആദരവേറ്റു വാങ്ങിയ തന്റെ ഒരു ആയുസ് മുഴുവനും നന്മയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിച്ച മൂസാ നബിയും ഖിദ്ർ നബിയും പോലെ വിശുദ്ധമായ ഖുർആന്റെ പാതയിൽ എന്നോട് ചേർന്ന് നിന്ന്, അല്ല അദ്ദേഹത്തോട് ഞാൻ ചേർന്ന് നിന്ന്, ഈ കോഴിക്കോടിന്റെ മണ്ണിൽ 50 കുഞ്ഞുങ്ങൾ ഹിഫ്ളുൽ ഖുർആൻ നടത്തുന്ന ഫാത്തിമ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ ചെയർമാനും ഫാത്തിമ ഹോസ്പിറ്റലിന്റെ MDയും എന്റെ ബഹുമാനനായ സുഹൃത്തു കൂടിയായ അബ്ദുള്ള മുഹമ്മദ് സാഹിബ്, ബഹുമാനനായ KMCC ഷാർജയുടെ പ്രതിനിധി ബഹുമാനനായ ഹാഷിം നസേരി, ഈ പുണ്യമായ സദസ്സിൽ എന്നെ അമ്പരപ്പിച്ച് വിസ്മയിപ്പിച്ച് എനിക്കൊരു ഉപഹാര സമർപ്പണം നടത്തിയ എന്റെ ബഹുമാനരായ കുടു അബ്ബാസ് ഹാജി, അദ്ദേഹത്തിന്റെ സഹോദരൻ അലി ഹാജി, UAE KMCCയുടെ പ്രസിഡന്റ് എന്റെ പ്രിയ സുഹൃത്ത് അലൈഹിൽ ഇബ്രാഹിം സാഹിബ്, ഖത്തർ KMCCയുടെ പ്രസിഡന്റ് നിഅമത്തുള്ള കോട്ടക്കൽ, ബഹുമാന്യനായ ആദരണീയനായ അരഹിന്ദ് ട്രാവൽസിന്റെ അഫ്സൽ സാഹിബ്, ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, ഫ്ലൈഹിന്ദിന്റെ പ്രതിനിധി ബഹുമാന്യനായ ബാബ സാഹിബ്, ഉമർ പാണ്ഡ്യകശാല, ബഹുമാന്യനായ അലഹിന്ദിന്റെ MD എന്റെ പ്രിയ സുഹൃത്തുമായ മുഹമ്മദ് ഹാരിസ്, വളവണ്ണ അബൂബക്കർ ദാരിമി, മുക്കം ഉമർ ഫൈലി, നവാസ് പൂനൂർ, CH മുഹമ്മദ് സഹദി, ബാബ സാഹിബ്, KP കോയ, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, K മൊയിൻകുട്ടി മാസ്റ്റർ, രാമനാട്ടുകര അബു ഹാജി, K മരക്കാർ ഹാജി, എടച്ചേരി ഇസ്മായിൽ ഹാജി, അബ്ദുൽ റസാഖ് ബുസ്താനി, RV അബ്ബാസ് ദാരിമി, സലാം ഫൈലി മുക്കം, സത്താർ പന്തലൂർ, P ഹസൈനാർ ഫൈലി, OP അഷറഫ് ബാക്കവി, ബഹുമാനരായ ആദരണീയരായ പ്രിയപ്പെട്ട എന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ജനാബ് ഹാരിസ് സാഹിബ്, പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് വഴിയോരം, സിയാദ് ഉച്ചറ, നിസാം ഉച്ചറ, ബഹുമാനനായ മുഹമ്മദ് അലി ദാരിമി, ബഹുമാനനായ അബ്ദുൽ റസാഖ് മാഷ്, എന്റെ പ്രിയപ്പെട്ട സമയദൈർഘ്യം കൊണ്ട് പരിഗണനീയരെങ്കിലും ഞാൻ വിട്ടുപോകുന്നു എങ്കിലും അള്ളാഹു വിട്ടുപോകാതെ അവന്റെ കർമ്മമണ്ഡലങ്ങളിൽ നന്മയുടെ പ്രതീകങ്ങളായി ഇവിടെ എത്തിയ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളുടെ പ്രതിനിധികളായ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നാടിന്റെ നാനാഭാഗത്തു നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിൽ നിന്ന് ഈ ന്യൂ ഇയറിന്റെ അരിതായ്മയുടെ നടുവിൽ ഒരു ആത്മീയതയുടെ ആനന്ദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണ്യനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് ഈ കോഴിക്കോട് കടപ്പുറത്തൊരു ജനസാഗരം പോലെ തടിച്ചുകൂടിയ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ ഇന്ന് അവസാനം നടക്കുന്ന 1 കോടി ഇസ്തിഗ്ഫാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതെല്ലാം സാധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഈ സദസ്സിൽ പങ്കെടുത്ത് ഇന്നിവിടേക്ക് വരാൻ തീരുമാനിച്ച് വടകരയിൽ നിന്ന് വന്നൊരു സഹോദരൻ ഇന്ന് 5:30 മണിക്ക് മരണപ്പെട്ടു. അന്ന് ഇദ്ദേഹം ഈ സദസ്സിൽ നിന്ന് അദ്ദേഹം വരേണ്ടതാണ്. അള്ളാഹു ഈ സദസ്സിൽ നടക്കുന്ന എല്ലാത്തിന്റെയും പ്രതിഫലം അള്ളാഹു ആ സഹോദരന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഏറെ അക്ഷമയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ ഞാൻ ആമുഖ ഭാഷണം നടത്തുന്നില്ല. ന്യൂ ഇയർ പ്രഭാഷണത്തിന്റെ സന്ദേശത്തിലേക്ക് നടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സദസ്സാണ് ഇന്നത്തെ സദസ്സ്. ഞാൻ ഇത്രത്തോളം എന്റെ പ്രഭാഷണ ജീവിതത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില ആളുകളുടെ മുമ്പിലും ചില വ്യക്തിത്വങ്ങളുടെ മുമ്പിലുമാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത്. എന്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ആദ്യത്തെ മനുഷ്യൻ ഇപ്പോൾ ഈ പടികേറി രണ്ടുപേരുടെ കയ്യിൽ തൂങ്ങിപ്പിടിച്ച് ഒരു സൂപ്പർവൈസ് മുഖിയ ഒരു ചെറിയ ലാളിത്യത്തിന്റെ ഒരു കരയില്ലാത്ത മുണ്ടും ഒരു ചെറിയ വലിയൊരു ജുബ്ബയും ഇട്ട് ഒരു കൃഷഗാത്രനെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന കേരളത്തിന്റെ ആധികാരിക പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ആർഭാടങ്ങളില്ലാതെ നാട്യങ്ങളില്ലാതെ ലാളിത്യത്തോടെ ഇറങ്ങിപ്പോയ ആ മനുഷ്യനാണ് ഈ മഹാസഞ്ചയത്തെ നയിക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ അരോഗതടകാത്രനായ ആ മനുഷ്യൻ എന്നെ വല്ലാതെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്നത്. ആ അത്ഭുതത്തിന്റെ പുറകിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം എന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെടുത്തിയ നിരവധി ആളുകൾ. രണ്ടാമനായി എന്റെ പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ വാഹനത്തിന് ബ്ലോക്കായി KL10 AL 3143 KL65D 3493 ഈ രണ്ട് വാഹനങ്ങൾ ഉസ്താദിന്റെ വാഹനത്തിന് പോകാൻ തടസ്സമുണ്ട്, അതൊന്ന് മാറ്റിക്കൊടുക്കുക. അതേപോലെ ധാരാളം സ്ത്രീകൾ റോഡിൽ നിൽക്കുകയാണ്. സഹോദരിമാരെ കസേര മുഴുവൻ മുമ്പോട്ട് പരമാവധി ഒന്ന് കയറ്റിയിട്ട് സഹകരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു പുതുവത്സരത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ സദസ്സ് വന്നത്. രണ്ടാമത് എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. നമ്മുടെ ബഹുമാന്യനായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, ബഹുമാന്യനായ ഈ മുസ്ലിം കൈരളി കേരള കൈരളി മറക്കാത്ത ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രിയപ്പെട്ട പുത്രൻ MK മുനീർ സാഹിബ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വല്ലാതെ ഈ കേരളം കഴിഞ്ഞ 2013 കണ്ടുനിന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം പിതാവിന്റെ തുല്യതയില്ലാതെ ക്രൂരതകൾ ഏറ്റുവാങ്ങി സ്വന്തം മകനെ അമ്മയും രണ്ടാനച്ഛനും കൂടി പീഡിപ്പിച്ച് ശരീരം മുഴുവനും പൊള്ളലേറ്റ് ഈ 2013 ലോക മനസ്സാക്ഷിയിൽ അർബുദം ബാധിക്കാത്ത ഓരോ മനുഷ്യന്റെയും കണ്ണുനീരായി പടർന്നു കയറിയ എന്റെ ജില്ലക്കാരൻ കൂടിയായ ഇടുക്കി ജില്ലക്കാരൻ കൂടിയായ 5 വയസ്സുകാരൻ ഷഫീഖ് എന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ തന്റെ പിതാവിന്റെയും മാതാവിന്റെയും ക്രൂരതയുടെ മുമ്പിൽ മുനീർ സാഹിബിന്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ്. തന്റെ പിതാവിന്റെ ഒരൊറ്റ മർദ്ദനം കൊണ്ട് 5 വയസ്സുകാരനെ 3 വർഷത്തേക്ക് പിന്നോട്ട് നടുപ്പിച്ച് 2 വയസ്സുകാരന്റെ ആരോഗ്യം പോലുമില്ലാതെ വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ ദയാനിധികളായ 100 കണക്കിന് ആളുകളുടെ കൈപിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ ആ വെല്ലൂരിലെ ഹോസ്പിറ്റൽ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെയും മാതാവിന്റെയും ക്രൂരതയുടെ മുമ്പിൽ വിറങ്ങലിച്ചു പോയ ഒരു കുഞ്ഞിന്റെ മുമ്പിലേക്ക് മിഠായി പൊതിയുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ തിരക്കേറിയ ജീവിതത്തിന്റെ നടുവിൽ സ്വന്തം മകനെ പോലെയേറെ സ്നേഹിച്ചുകൊണ്ട് ആ കുഞ്ഞുമകന്റെ മുമ്പിലോട്ട് കടന്നുപോയി മിഠായി പൊതി കയ്യിൽ കൊടുത്ത് നിന്റെ പിതാവ് നിന്നെ മർദ്ദിച്ചുവാനും നിന്റെ പിതാവിനേക്കാൾ വലിയ സ്നേഹം നൽകുന്ന 100 കണക്കിന് പിതാക്കന്മാർ കേരളത്തിന്റെ അകത്തും പുറത്തുമുണ്ട് എന്ന് പറയാൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ തന്റെ ആരുമല്ലാത്തൊരു കുഞ്ഞിന്റെ മുമ്പിൽ സ്നേഹത്തിന്റെ വാത്സല്യം പകർന്നു കൊടുത്ത നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തി. വീണ്ടും അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തി. ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും കുളമാവ് ഷെൽട്ടറിൽ കഴിയുന്ന ആ കുഞ്ഞിന്റെ മുമ്പിൽ രണ്ടാമതും അദ്ദേഹം ഒരു മകന് കൊടുക്കുന്ന വാത്സല്യത്തോടെ കടന്നു പോകുമ്പോൾ ആ വാത്സല്യത്തെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ നിർവചിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ പറയുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എന്ന രീതിയിലല്ല. അതാർക്കും കിട്ടാവുന്ന ഒരു പദവിയായിരിക്കാം. പക്ഷെ ഇത്രയും വലിയൊരു ഹൃദയത്തിന്റെ കാരുണ്യം അത് ലോകത്തെല്ലാവർക്കും കിട്ടിയില്ല. അത് ബഹുമാനപ്പെട്ട MK മുനീർ സാഹിബിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. കാരണം ബഹുമാനനായ MK മുനീർ സാഹിബ് ഈ നഗരിയുടെ പേര് ശംസുൽ ഉലമാ നഗർ എന്നാണ്. യൂത്ത് ലീഗിന്റെ പ്രചരണ ജാഥയുമായി കടന്നു വരുമ്പോ കേരളം കണ്ട പണ്ഡിത കേരളത്തിന്റെ ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ കയ്യിൽ നിന്ന് ശംസുൽ ഉലമയുടെ കയ്യിൽ നിന്ന് നാരങ്ങ നീര് വാങ്ങിച്ച് തന്റെ ആമാശയത്തിലേക്ക് ഇറക്കാൻ കഴിഞ്ഞ ആത്മീയതയുടെ ആ സാന്നിധ്യമായിരിക്കാം അദ്ദേഹത്തെ ഇത്രയും വലിയൊരു നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോയത് എന്ന് ഞാൻ എന്റെ ജീവിതത്തിന്റെ ഇടയിൽ അറിയാതെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം CH മുഹമ്മദ് കോയ സാഹിബ് എന്ന പ്രതിഭാധനായ ഒരു പിതാവിന്റെ അഭിമാനിക്കാം ആ പിതാവിന്റെ പുത്രനായി ജനിച്ചതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ പേരിൽ രാവിലെയും വൈകുന്നേരം 400 ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കപ്പെടുന്നുണ്ടെങ്കിൽ മരിച്ചുപോയി മണ്ണിൻകടിയിലേക്ക് പോകുമ്പോഴും ഒരു മനുഷ്യന്റെ പേരിൽ ഒരു ദിവസം 400 പേർക്ക് അന്നം കൊടുക്കാൻ കഴിയുന്ന 49 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന
ഒരു മനുഷ്യനായി മാറാൻ കഴിഞ്ഞെങ്കിൽ ആ മനുഷ്യന്റെ ഇന്നലകളിൽ സുഹൃത്തുക്കൾ ഒത്തിരി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് തന്നെ പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തിരുവനന്തപുരത്തെ ഈ മുഹമ്മദ് ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അകത്തും പുറത്തും നടക്കുന്ന ഒരു മരിച്ചുപോയ മനുഷ്യന്റെ നടക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ഇത്രയും ഒരു മനുഷ്യരായി മാറാൻ നമ്മളെ പ്രേരിപ്പിക്കാനാണ് ഞാൻ ഇന്നത്തെ ന്യൂ ഇയർ പ്രഭാഷണം ഒഴിവാക്കിയത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ശംസുലരമാ നഗരിൽ ആ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ പറയാൻ അതൊരു കേവലം ഒരു യാദൃച്ഛികതയല്ല. അതാ മഹാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 2 നാരങ്ങാനീരിന്റെ ഏറ്റവും വലിയ ആത്മീയതയുടെ വെളിച്ചമാണ്. അള്ളാഹു വെളിച്ചം അവസാനം വരെ നിലനിർത്തി കൊടുക്കുന്നത്. മൂന്നാമത് എന്നെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പാറന്നൂർ ഉസ്താദിന്റെ പുരസ്കാരം വാങ്ങി അദ്ദേഹം സ്റ്റേജിന്റെ പുറകിലുണ്ട്. ഒരു പ്രഭാഷണം കഴിഞ്ഞ് രാത്രിയിൽ 3 മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി സുബഹി നമസ്കാരം കഴിഞ്ഞ് ആലസ്യത്തോടെ കിടക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച രാവിലെ കൊല്ലം കാരാളി കോണത്തുള്ള എന്റെ വീടിന്റെ വാതിലിൽ വന്ന് മുട്ടി. എന്നെ വിളിച്ച വെള്ള ജുബ്ബയും വെള്ള പൈജാമയും ഇട്ട് അതിനേക്കാൾ പ്രസന്നമായ മുഖവുമായി എന്റെ വാതിലിന് മുട്ടി. ഉസ്താദ് ഡേറ്റിനല്ല, നിങ്ങളുടെ കാലം തന്നെയാണെന്ന് സത്യമെന്ന പ്രസംഗം ഞാൻ ഇന്നലെ ഞാനും എന്റെ ഭാര്യയും കേട്ടു. ഞാൻ 1 കോടി രൂപ മുതലെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ വന്ന് എന്റെ നാട്ടിൽ ഒരു ഹിഫ്ളുൽ ഖുർആന്റെ സദസ്സ് എനിക്ക് തുടങ്ങിത്തരാം. 1 കോടി രൂപയും തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കാൻ ഒരു ഹിഫ്ളുൽ ഖുർആൻ ഈ കോഴിക്കോട് ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ ഊടും പാവം വാങ്ങിയ ഫാത്തിമ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമി തുടക്കം കുറിച്ച് അവസാനം അതിൽ എന്നെ വല്ലാതെ വിസ്മയപ്പെടുത്തിയ എന്റെ പ്രിയപ്പെട്ട പിതൃസമാനനായ സ്നേഹം എനിക്ക് ആദ്യം തന്നെ വാങ്ങു തന്ന എന്റെ പ്രിയപ്പെട്ട അബ്ദുള്ള മുഹമ്മദ് സാഹിബ്, അള്ളാഹു ആരോഗ്യത്തോടെ ഒരു കൈസ് നൽകട്ടെ. രണ്ടാമത് ഞാൻ പ്രേരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത് എന്ന് നാസർഫയിൽ കൂടത്തായി പറഞ്ഞു. അതെ, ഞാനാണ് പ്രേരിപ്പിച്ചത്. കാരണം അതെല്ലാവർക്കും മാതൃകയാണ്. ഞാൻ രണ്ടാമത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി. ഉസ്താദെ അൽ ഹയാത്ത് എന്ന പേരിൽ 2 കോടി രൂപ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നെടുത്ത് അദ്ദേഹം അത്തോളി മസ്ജിദ് തഖ്വ മഹലിന്റെ പ്രസിഡന്റാണ്. അവിടെ മുഴുവൻ ആളുകളുടെയും സ്വർണം പണയത്തിന് വേണ്ടി പലിശ കൊടുക്കുമ്പോൾ 2 കോടി രൂപ തന്റെ കയ്യിൽ നിന്നെടുത്ത് പിരിച്ചിട്ടല്ല, കയ്യിൽ നിന്നെടുത്ത് തന്റെ മഹലിലെ മുഴുവൻ സ്വർണ്ണപ്പണയും മുത്തൂറ്റിൽ നിന്നും ബാങ്കിൽ നിന്നും എടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തന്നാൽ ഞാൻ പലിശയില്ലാതെ സ്വർണത്തിന്റെ മൂല്യം വെച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മഹലിലെ മുഴുവൻ പണയവും എടുത്ത് സ്വർണ്ണാഭരണം തന്നെ കയ്യിൽ വെച്ച് അദ്ദേഹം പലിശയില്ലാതെ 2 കോടി രൂപ അൽ ഹയാത്ത് എന്ന രീതിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊരു കേട്ട് അത്ഭുതപ്പെട്ട് ഞാൻ പറയുമ്പോൾ മൂന്നാമതും അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുന്നു. ഒരു ദിവസം പോയപ്പോൾ വീട്ടിലിരുന്ന് എന്നോട് പറഞ്ഞ് വാക്കവി എനിക്കും പേടിയാകുന്നു. എന്തുകൊണ്ട് ഈ സ്വർണ്ണം മുഴുവനും എന്റെ മുമ്പിൽ കുമ്മാരമായിട്ട് കിടക്കുക, ഞാൻ മരിച്ചു പോയാൽ ഈ സ്വർണ്ണമൊക്കെ ഇതിന്റെ ഉടമസ്ഥർ ആർക്ക് തിരിച്ചു കൊടുക്കും, അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ സ്വർണം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് കേവലം 2 ചെക്കുകൾ വാങ്ങിച്ച് തന്റെ മഹലിനെ സമ്പൂർണ്ണ പണയരഹിത മഹലാക്കി മാറ്റിയ കേരളത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന പേരിൽ ഒരു മനുഷ്യന് തന്റെ ആയുസ്സിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതം താൻ പ്രസിഡന്റായ മഹലിനെ ആദ്യത്തെ പണയരഹിത മഹലാക്കി മാറ്റിയ മഹാനായ അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ എന്ന രീതിയിലാണ് കേരളത്തിന്റെ ഏറ്റവും നല്ല അടുത്ത മരണം കണ്ട പാറന്നൂർ ഉസ്താദിന്റെ പുരസ്കാരം അബ്ദുള്ള മുഹമ്മദ് സാഹിബിന് നൽകിയത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനും അതിന്റെ പങ്കാളിയാണ്. മസ്ജിദ് തഖ്വ മഹല് അടുത്ത ഏറ്റവും നല്ല കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത മഹലാക്കി മാറ്റാൻ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ എന്ന ആശംസയോടെ നാലാമത് അത്ഭുതപ്പെടുത്തിയ എനിക്ക് ഉപഹാരം സമർപ്പിച്ച മണ്ണാർക്കാട് കുടു ഗ്രൂപ്പിന്റെ ചെയർമാനും ദുബൈയിലെ പ്രമുഖനായ ബിസിനസ്സുകാരനുമായ കുടു അബ്ബാസ് ഹാജിയും ഫാമിലിയും ഞാൻ അറിയാതെ എന്റെ അടുക്കലേക്ക് ആ സമ്മാനവുമായി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട വാത്സല്യം എന്നെപ്പോലെ സ്നേഹിച്ച പ്രിയപ്പെട്ട അബ്ബാസ് ഹാജിയും കുടുംബവും ഞാൻ തുടങ്ങുകയാണ്. അവരെന്നെ അമ്പരിപ്പിക്കാനൊരു കാരണമുണ്ട്. അവർ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല പൊടീശ്വരന്മാരാണ്. പക്ഷേ വാപ്പ മരിക്കുന്ന സമയത്ത് മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഞാൻ മരിച്ചാലും ഒരേ കോമ്പൗണ്ടിൽ വീട് വെച്ച് താമസിച്ച് നിങ്ങൾ എല്ലാവരും ഒരു ദിവസവും ഒരൊറ്റ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാവൂ. കോടിയുടെ സമ്പാദ്യങ്ങളുള്ളപ്പോഴും ഒരു കോമ്പൗണ്ടിൽ 6 സഹോദരങ്ങൾ ഒരുമിച്ച് താമസിച്ച് ഒരൊറ്റ വീട്ടിൽ നിന്ന് 3 നേരവും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന അണുകുടുംബത്തിന് നടുവിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബം എന്ന രീതിയിൽ എന്നെ അമ്പരപ്പിച്ച നാലാമത്തെ എന്റെ പ്രിയപ്പെട്ട കുടുംബം അള്ളാഹുവിന്റെ സ്വർഗത്തിലും അങ്ങനെ ഒരുമിച്ച് കൊണ്ട് അനുഗ്രഹിക്കണം. അങ്ങനെയുള്ള ഒരു കുടുംബം ഇന്ന് ലോകത്ത് കാണാൻ ഏറ്റവും കുറവാണ്. അവരൊന്നിച്ച് ഒരു വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. മരിക്കുന്നത് വരെ ആ പിതാവിന്റെ
വായ്മൊഴി പിന്തുടരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 6666 നൽകിയവർ, അതേപോലെ സ്വർണ്ണാഭരണങ്ങളും ദുആയ്ക്ക് വേണ്ടി എത്തിച്ചവർ എല്ലാവരും വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ കൊടുക്കണം. അവസാനം ഒരു കൂടി ഇസ്തിഗ്ഫാറിൽ നമ്മൾ ദുആയിലേക്ക് കടക്കും. ആ ദുആ ഇന്നേ വരെ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ പുതുവത്സരാഘോഷമായി ഈ കോഴിക്കോടിലെ പുതുവത്സരാഘോഷം മാറണം. ഇവിടെ എത്തിയ എല്ലാവർക്കും അങ്ങനെ നെടുമങ്ങാട്, പൂവച്ചൽ, തിരുവനന്തപുരം, കേരളത്തിന്റെ മലയോര മേഖലകളിൽ നിന്ന് പോലും ബസ് പിടിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയ, എറണാകുളം ജില്ല 14 ജില്ലയിൽ നിന്ന് ബസ്സും പിടിച്ചെത്തിയ മലപ്പുറം ജില്ലയിലെ പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈരാറ്റുപേട്ടയിൽ നിന്ന് കുറെ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ഇന്നവിടെ 12 മണിക്ക് കൊല്ലം ഷാഫിയുടെ ഗാനമേള എന്ന് നടക്കുക. അതിന്റെ മുമ്പിൽ നിന്ന് വാക്കവിയുടെ വറവ് കേൾക്കാൻ വേണ്ടി വന്ന കൊല്ലം ഷാഫിയുടെ ഗാനമേളയിൽ നിന്ന് പുതുവത്സരം ആശീർവദിക്കാൻ അഹമ്മദ് കബീർ വാക്കവിയുടെ പ്രഭാഷണ നഗരിയിലേക്ക് എത്തിയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിനിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷെ ഒരു അത്ഭുതം കൂടി ഇന്നുണ്ടായി. 5ാമത്തെ മഹാത്ഭുതം ഞാൻ ഇന്നലെ പ്രസംഗിച്ചല്ലോ. കോഴിക്കോട് ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ 9ാം നിലയിൽ അർബുദം ബാധിച്ച് രോഗക്കിടക്കയിൽ പിടയുമ്പോൾ അവസാനമായി എനിക്ക് ഉസ്താദിനെ കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ട പ്രിയപ്പെട്ട സഹോദരി, ഇന്നലെ ഞാനിവിടെ പറഞ്ഞ എന്റെ കാസറ്റുകൾ മുഴുവനും വാങ്ങിച്ചത് കോപ്പിയെടുത്ത് മുഴുവൻ സ്ത്രീകൾക്കും കൊടുത്ത് അവസാനം 24 മണിക്കൂർ ഡോക്ടർമാർ ആയുസ് പറയുമ്പോൾ അവസാനം സ്വന്തം ഭർത്താവിനോട് എനിക്ക് വാക്കവി ഉസ്താദിനെ മരിക്കുന്നതിന് മുമ്പ് നേരിൽ കാണണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം ഞാൻ വട്ടോളിയിൽ വരുമ്പോൾ കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിന്റെ 9ാം നിലയിൽ പോയി മരണത്തിനോട് മല്ലടിക്കുമ്പോൾ അവസാനം ഉസ്താദെ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് 24 മണിക്കൂർ പറഞ്ഞ ആയുസ് 24 ദിവസവും കൂടി അല്ലാഹു നീട്ടിക്കൊടുത്ത് ആ പ്രിയപ്പെട്ട സഹോദരി ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് പറഞ്ഞവർക്ക് വേണ്ടി ദുആ ചെയ്തു. ഇന്ന് രാവിലെ 9 മണിക്ക് ബഹുമാനായ ഉസ്താദി എന്നെ വിളിച്ചു. ആ സഹോദരി മരിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയി ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാൻ ഇന്ന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. അള്ളാഹു നൽകിയ വലിയൊരു ബന്ധത്തിന്റെ ഏതൊരു ആകസ്മികതയുടെ യഥാർത്ഥത്തിൽ ആ സഹോദരി ഭാഗ്യവതിയാണ്. അള്ളാഹു ഇന്നവരുടെ കബറിലെ ആദ്യരാത്രിയാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ ന്യൂ ഇയർ പ്രഭാഷണത്തിലോട്ട് കിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ന്യൂ ഇയറിന്റെ ദിവസത്തിൽ ഒരു വർഷത്തിന്റെ തന്റെ ആയുസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആയുസ്സുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇനിയുള്ള ദിവസം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന ഒരു പ്രമേയവുമായി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പരമാവധി എല്ലാവരും സഹകരിക്കണം. സ്ഥലം പരിമിതമാണ്. കോഴിക്കോട് കടപ്പുറത്ത് നടത്താൻ ന്യൂ ഇയർ ആയതുകൊണ്ട് അധികാരികൾ അനുവാദം തരാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ആക്കിയത്. എല്ലാവരും സഹകരിക്കാൻ അള്ളാഹു സ്വീകരിക്കണം. അവസാനം നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി ഒരു നല്ല പ്രതിജ്ഞയും എടുത്തിട്ട് വേണം പോകാൻ. എല്ലാവരും ഉണ്ടാവും അവസാനം വരെ. ഉള്ളവരൊക്കെ കൈവൊക്കെ അവസാനം വരെ കൈയുള്ളവരൊക്കെ പോകും. അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. സാഹിത്യത്തിൽ എല്ലാവരും പറയുന്ന നമ്മുടെ കാരണവന്മാരൊക്കെ പണ്ട് മുതലേ നമ്മെ പഠിപ്പിച്ച ഒരു വാക്കുണ്ട്. അത് ലോകത്ത് ആദ്യമായി ഷേക്സ്പിയർ പോലും പറഞ്ഞിട്ടുണ്ട്. നടക്കുന്നത് മുമ്പോട്ടാണെങ്കിലും നോക്കേണ്ടത് പിന്നോട്ടാണ്. നാം നടക്കുന്നത് മുമ്പോട്ടാണെങ്കിലും തിരിഞ്ഞു നോക്കിയേ നടക്കാവൂ. നടക്കുന്നത് മുമ്പോട്ടാണെങ്കിലും നോക്കുന്നത് പിന്നോട്ടായിരിക്കണം എന്ന് നമ്മുടെ കാരണവന്മാർ മുതൽ വിശ്വപ്രസിദ്ധ സാഹിത്യകാരന്മാർ പോലും ആ വാക്കുകൾ ലോകത്തോട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നോട്ട് നോക്കി നടക്കുക, ചരിത്രത്തിലേക്ക് നോക്കി നടക്കുക. ചരിത്രം മഹാനായ ഒരു അധ്യാപകനാണെന്ന് ഷേക്സ്പിയർ. നടന്നു പോകുന്ന ജനതയെ നല്ല നാൾവഴികൾ പഠിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉത്തമനായ അധ്യാപകനാണ് ചരിത്രം. അതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ കാലടികൾ മുൻഭാഗത്തേക്ക് വെക്കുമ്പോൾ പുറകോട്ട് നോക്കിയിട്ടേ നിങ്ങൾ ജീവിതത്തിൽ നടന്നു പോകാവൂ എന്ന വിശുദ്ധമായ ആ വാക്യമാണ് ഈ പുതുവത്സരത്തിന്റെ രാത്രിയിൽ ലോകത്ത് കടന്നുപോയ എല്ലാ ആളുകളും ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത്. നീ നിന്റെ പിന്നിലേക്ക് നോക്കി ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവണം.
2012 ഡിസംബർ 31 ഈ പഴയ കഴിഞ്ഞ ന്യൂ ഇയർ പ്രഭാഷണം അവസാനിക്കുമ്പോ, തിരൂർ നഗരത്തിൽ അവസാനിക്കുമ്പോ, അന്ന് മുതൽ ഈ ഡിസംബർ 31 വരെയുള്ള 365 ദിവസം, ഈ 365 ദിവസത്തെ എന്റെ കർമ്മരംഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവേ, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഒരു ആമുഖങ്ങളുമില്ലാതെ ഞാൻ നേരിട്ട് എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ കർമ്മപഥങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് സമ്പാദിച്ചത്, ഏതൊക്കെ നന്മകളാണ് സമ്പാദിച്ചത് എന്ന് ഒരു സ്വയം വിചാരണ ചെയ്യാൻ കഴിയുന്ന, സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവ്, ആ ആത്മാവിനെ സാക്ഷീകരിക്കാൻ കഴിയുന്ന എന്റെ ജീവിതത്തെ, ഇതിനാണ് അറബിയിൽ മുഹാസബ എന്ന് പറയുക. നാം ഇന്ന് നമ്മെ വിചാരണ ചെയ്യും, നാം ഇവിടെ വിചാരണ നടത്തുകയാണ്. ആരെയാണ് വിചാരണ നടത്തുക? നമ്മെ തന്നെ, നമ്മുടെ സ്വത്വത്തെ തന്നെ, നമ്മുടെ ആത്മാവിനെ തന്നെ ഒരു സ്വയം വിചാരണ നടത്താൻ, ഒരു മുഹാസബ നടത്താൻ നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഒരു മുഹാസബയ്ക്ക് വേണ്ടിയാണ്. ഖുർആനിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മുഹാസബ, സ്വയം വിചാരണ. ഇത് സുപ്രീം കോടതിയുടെ നീതിപീഠത്തിന്റെ മുമ്പിലല്ല, ഒരു ജഡ്ജിയുടെ മുമ്പിലല്ല, തെളിവുകളുടെ മുമ്പിലല്ല, പ്രോസിക്യൂഷന്റെ വാദത്തിന്റെ മുമ്പിലല്ല. മനസാക്ഷി എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ആർക്കും മറക്കാൻ കഴിയാത്ത കോടതിയോട് അവനവന് ചോദിക്കാൻ കഴിയുന്ന ഒരു പാതിരാത്രി. ആ പാതിരാത്രിയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയുടെ പാതയിലൂടെ നടന്നു പോയ സമൂഹത്തിനോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു: ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബു ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അല്ലാഹു ചോദിക്കുകയാണ്: ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ആരും സംശയിക്കാത്ത നിശ്ചയം ഈ ലോകത്തേക്ക് കടന്നു വരുന്ന അന്ത്യനാളിനെ സത്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് ഞാൻ മുൻനിർത്തി ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് മഹാസത്യമാണ്. അന്ത്യനാളിനെ പുനരുത്ഥാന നാളിനെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്ത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. രണ്ടാമത് ഞാൻ സത്യം ചെയ്യുന്നത് ഏതെന്നറിയുമോ? സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഖുർആൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണിത്. സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവ്. ഖുർആൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവ്, അവനവനെ തന്നെ വിചാരണ ചെയ്യുന്ന ഒരാത്മാവ്. നെഞ്ചിൻ കൂടിന്റെ ഉള്ളിലെ മനസാക്ഷി കോടതി എന്ന് നാം പറയുന്ന മനസാക്ഷിയുടെ കോടതി. സഹോദരങ്ങളെ, ഒരു വശം കൊടിഞ്ഞു പോകുന്ന ഈ രാത്രിയിൽ കയറി നിൽക്കുക മനസാക്ഷിയുടെ കോടതിയുടെ കൂട്ടിനുള്ളിലേക്ക്. ആ കൂട്ടിനുള്ളിലേക്ക് എത്തിയില്ല. അവിടെ ന്യായാധിപന്റെ സിംഹാസനമില്ല. ആ സിംഹാസനത്തിന്റെ വലതുഭാഗത്തെ കറുത്ത മുടി കൊണ്ട് കണ്ണു മൂടിക്കെട്ടിയ കയ്യിൽ തുരാസ് പിടിച്ച നീതിയുടെ ഏറ്റവും വലിയ അടയാളമില്ല. അവിടെ കറുത്ത കൗളിച്ച ന്യായാധിപനില്ല. അവിടെ ഉള്ള ഒരേ ഒരാൾ മാത്രം സ്വാധീനിക്കാൻ കഴിയാത്ത ഏകനായ രക്ഷാധിപതിയായ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത പടച്ചിറപ്പ് മാത്രമാണുള്ളത്. കയറുക കോടതി കൂട്ടിലേക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ന്യൂയറിന് വേണ്ടി എത്തിച്ചേർന്നവർ ആഭാരത്തിന്റെ, ആലസ്യത്തിന്റെ, അനാചാരത്തിന്റെ പൂക്കുമുത്തിലേക്ക് പോവുകയാണ് ലോകം. ആ സമയത്ത് ഇവിടെ വെള്ളത്തൊപ്പിയും ധരിച്ച് നാം നിൽക്കുകയാണ്. കയറുക, എല്ലാം മറന്നേക്കുക. ഭാര്യ മറക്കുക, മക്കളെ മറക്കുക, എല്ലാം മറക്കുക. എന്നിട്ട് കയറുക നിന്റെ മനസാക്ഷി കോടതിയിലേക്ക്. അവിടെ കോടതിയിലേക്ക് കയറിയിട്ട് നീ വരച്ചുണ്ടുക. ഇവരേക്കാൻ അടുത്ത് നിന്നവനിലേക്കല്ല. സ്വയം ദുഃഖപ്പെടുത്തുന്ന ആത്മാവിലേക്ക് കൊണ്ടുക. നീ എന്ത് നേടി? നീ എന്ത് നേടൂ? സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു ആത്മാവിന്റെ പരമരാത്രി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ രാത്രി മുഴുവനും പാതിരാവിന്റെ നിശബ്ദതയിൽ തിരകളെ ലഹരി വലിക്കുന്ന രാത്രിയിൽ ചന്തയിൽ കള്ളം കുടിച്ചുകൊണ്ട് നാടിനെ മുഴുവന് കിടുകിടാവിറപ്പിച്ച, ആരെയും കിടുകിടാവിറപ്പിച്ച ഒരു മനുഷ്യൻ പാതിരാ സമയത്ത് തന്റെ മുമ്പിലേക്ക് ന്യായാധിപനായി വാണരുമ്പോ തന്റെ മുമ്പിലേക്ക്
വീട്ടിലേക്ക് വാതിൽപതി കടന്നു വരുമ്പോ ആ വാതിൽപതി മുട്ടരിച്ചുകൊണ്ട് വാതിൽപതി കടന്നു വരുമ്പോ വാതിക്ക് നീതിയിൽ നൽകി പ്രതിക്ക് ശിക്ഷയിൽ നൽകി തന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നവർ ഇറങ്ങി പോകുമ്പോ ആ സമയത്ത് ആരെങ്ങാനാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ സ്വന്തം റൂമിന്റെ ഉള്ളിലോട്ട് കയറി കിടന്ന് വാതിലടച്ച് കുത്തിയിട്ട് ആ സമയത്ത് ആരുമില്ലാത്ത പാതിരാ സമയത്ത് സ്വന്തം റൂമിന്റെ ഉള്ളിലോട്ട് വാതിലടച്ച് കുത്തിയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടതാ ഖത്താബിന്റെ മകൻ ഉമറേ, ഖത്താബിന്റെ മകൻ ഉമറേ, ഒരു കാലഘട്ടത്തിലെ ലജ്നാൻ പർവ്വതത്തിന്റെ അടിവാരത്തിലൂടെ ഒട്ടകത്തെത്തിച്ചാൽ നിന്റെ പിതാവായ ഖത്താബ് നിന്നെ പറഞ്ഞു വെച്ചിട്ട് വൈകുന്നേരം ഒട്ടകത്തിന്റെ വയറ് നിറക്കാതെ തിരിച്ചു വരുമ്പോ ആ സമയത്ത് നിന്റെ പിതാവായ ഖത്താബ് ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്ന കാരണത്താൽ നിന്നെ ഈ തപ്പന മരത്തിന് കെട്ടിയിട്ടിട്ട് അടിച്ചിട്ടുണ്ടടാ ഉമറേ. ഇന്നെല്ലാം കിടന്ന് അല്ലാഹു നിന്നെ ലോകത്തിന്റെ ഖലീഫയാക്കുമ്പോ ആ സമയത്ത് വാദിയും പതിയും നിന്റെ മുമ്പിൽ വന്നിട്ട് നീതിയുടെ വെളിച്ചം നേടി പഞ്ചപുഷ്പമടക്കി കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് നിന്റെ മനസ്സിലൊരു അഹങ്കാരം വേണ്ട ഉമറേ എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല സ്വന്തം ഭിത്തിയുടെ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്ന ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തിലെ ധരിച്ചിട്ട് തന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ അഭിശപ്ത നിമിഷങ്ങള് ഒരു പാതിരാതിന്റെ നിശബ്ദതയിൽ മുറിക്കുള്ളിലിരുന്ന് വെറുതെയല്ല വിരൽ ചൂണ്ടിയിട്ടല്ല ഭിത്തിയിൽ ചാരിയിട്ട ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യാൻ ഖത്താബിനെ ഓർക്കുക, ഉമറിനെ ഖത്താബിനെ ഓർക്കുക. ഈ പുണ്യമായ രാത്രി ഓർക്കുക. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ ശരീരത്തെ ചാട്ടവാറുകൊണ്ട് പ്രകടിച്ചെന്ന് മാത്രമല്ല ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് ലോകത്തോട് പറഞ്ഞു, പക്ഷേ പിറ്റേ ദിവസം രാവിലെ മസ്ജിദ് നബവിയിൽ നമസ്കാരത്തിന് ഇമാമത്ത് നൽകിയിട്ട് അന്നേ ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പക്ഷേ എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, ആസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ വദമിനുഹാ ഖബല തുസനൂ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് പറയുകയാണ്, ആസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നീതിസുലാസിന്റെ മുമ്പിൽ നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് നീ നിന്നെ തന്നെ സ്വയം വന്ന് വിചാരണ ചെയ്യുക. അതല്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. നീ ലോകത്ത് ചെയ്ത സർവപ്രവർത്തനങ്ങളും നാളെ മീസാനെന്ന ക്ലാസിന് നിന്റെ തമ്പുരാ തൂക്കി നോക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് നിന്റെ സൽക്രമങ്ങളെ നീ ഒന്ന് തൂക്കി നോക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിഞ്ഞു നോക്കുക. ഇസ്ലാമിന് മുമ്പേ ഒരു മുഹാസബ നടത്തുക. ഇന്ന് ഈ മുഹാസബയ്ക്ക് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഒരു മുഹാസബയ്ക്ക് വേണ്ടി ആസിബൂ അൻഫുസകും ഖബല തുഹാസബൂ. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നെ വിചാരണയ്ക്ക് നിർത്തുന്നതിന് മുമ്പ് സ്വാധീനത്തിന് വഴങ്ങാത്ത, സ്വാധീനിക്കാൻ കഴിയാത്ത വാദികളും സ്വാധീനിക്കാൻ കഴിയാത്ത സാക്ഷികളും വന്ന് നിൽക്കുന്ന പരലോകത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന് മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു വർഷത്തിന് നീ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിചാരണയുടെ നാട് വരാനുണ്ട്, ഒരു വിചാരണയുടെ നാട് വരാനുണ്ട്. ആ വിചാരണയുടെ നാളിലാണ് നിന്റെ ജീവിതത്തിന്റെ സൽക്കർമ്മങ്ങൾ തൂക്കി നോക്കുക. അല്ലാഹു പറയുകയാണ്, ആ സമയത്ത് ആരുടെ സൽക്കർമ്മത്തിന്റെ ക്ലാസിലാണോ കൂടുതൽ അവനാണ് അവനാണ് പിന്നെ സ്വർഗത്തിന്റെ അനന്തമായ ജീവിതമുള്ളത്. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. ഇവിടെ ഒരു ദുരാത്ത് സ്ഥാപിക്കപ്പെടണം. എന്നിട്ട് കഴിഞ്ഞ ഒരു വർഷം 365 ദിവസം എല്ലാം മറന്നേക്ക്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും എന്നെ കേൾക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും ഞാനും അടക്കമുള്ള ആളുകൾ ഒരു പേരുടെ നിങ്ങളുടെ നേരെയുള്ളൂ, ബാക്കി 4 പേരും എന്റെ മനസ്സാക്ഷിക്ക് നേരെയാണ്.
സ്വന്തം മനസാക്ഷിക്ക് നേരെ ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് കഴിഞ്ഞു പോയ നിമിഷങ്ങൾ പോലെ 12 മണിയായി കഴിയുമ്പോൾ 2 മണിക്കൂർ കൂടി കഴിയുമ്പോൾ അള്ളാഹു തന്ന ആയുസ്സിൽ 4-ാം മാസത്തിൽ ഉമ്മായുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ പടച്ച തമ്പുരാൻ ഈ ശിരസിന്റെ ഭാഗത്തിൽ എവിടെയോ കോറി വെച്ചതിന്റെ ആയുസ്സിന്റെ 1 വർഷം അവസാനിക്കുകയാണ്. നാളത്തെ പ്രഭാതം കാണുമോ, നാളത്തെ അരുണോദയം കാണുമോ ഉറപ്പില്ല. ഇന്നലെ വന്ന വടകരയിൽ നിന്ന് വന്ന സഹോദരൻ ഇങ്ങോട്ട് വരാൻ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ 5:30 മണിക്ക് അള്ളാഹുവിന്റെ മരണദൂതൻ വന്നു, ഇന്ന് ഈ സദസ്സിൽ നീ പോകണ്ട, ഇന്ന് നീ വന്നേക്ക് 2 പേരുടെ ആദ്യ രാത്രിയിൽ. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. വളവുമില്ല. ഇന്ന് ദുആയുടെ സദസ്സാണ്. ഞാനൊരു ഉപദേശം മാത്രം, പ്രസംഗത്തിന്റെ ഒരു ഗരിമയും ഇന്നുണ്ടാവില്ല, ഒരു ഉപദേശം മാത്രം. ഈ കൊടിഞ്ഞുപോയ നിമിഷങ്ങൾക്ക് പുനരവതാരമില്ല. സമയം സമയം സ്വർണ്ണത്തേക്കാൾ അമൂല്യമാണ്. കൊടിഞ്ഞുപോയ നിമിഷങ്ങൾക്ക് പുനരവതാരമില്ല. കഴിഞ്ഞുപോയിട്ട് നിരാശയോടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. കണ്ണീരോടെ മാടി വിളിച്ചാൽ കൊടിഞ്ഞുപോയ ദിവസങ്ങൾ തന്റെ ചാരത്തേക്ക് നടന്നു വരില്ല. സമയം അമൂല്യമാണ്. അതുകൊണ്ട് ആ അമൂല്യമായ സമയത്തെ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പടച്ചറപ്പിരിട്ടപ്പെട്ട ഒരു വിചാരണ നടത്തി നമ്മുടെ നാളത്തെ പ്രഭാതം ഏറ്റവും നല്ല പ്രഭാതമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഈരാറ്റുപേട്ടയിൽ നിന്ന് കൊല്ലം ഷാബിയുടെ സദസ്സിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ അവർ കഴിഞ്ഞ വർഷം സൂര്യാഭാൻ അസോസിയേഷൻ നടത്തിയ ആളുകളാണ് ഇന്ന് ഈ സദസ്സിൽ ന്യൂഇയർ പ്രഭാഷണത്തിലെത്തിയത്. മാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരു പുനരാലോചനയ്ക്ക് സമയമായി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആ ഒരു വിചാരണയ്ക്ക് തയ്യാറെടുക്കണം. ഓരോ ആണും ഓരോ പെണ്ണും വേറെ ഒരു ചിന്തയും ഉണ്ടാവാൻ പാടില്ല. മനസ്സ് കാലിയാക്കിയത് നമ്മുടെ ഈ എല്ലാ തിരക്കിന്റെയും ഈ സദസ്സിലേക്ക് വന്ന ബഹുമാനനായ എൻ കെ മുനീർ സാഹിബ് അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ജനസേവകനാകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. മഹാനായ അല്ലാമ അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ അടുക്കൽ വന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞു അത്രേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നീതിമാനായ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ രാത്രിയിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയായാൽ മാത്രം മതി നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പെട്ടു. അള്ളാഹു അങ്ങനത്തെ നീതിമാനായ ഭരണാധികാരിയാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ഒക്കെ മനുഷ്യന്മാർ അതൊക്കെ കനപ്പെട്ട വാക്കാണ്. ഇന്ദിരാഗാന്ധിയോട് അങ്ങനെ പറയണമെങ്കിൽ ഒരു പണ്ഡിതനെ കഴിയില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയെ നിറപ്പിച്ച അധികാരിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല, നീതിമാനായ ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും, നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയായാൽ മതി എന്ന് പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും മഹാനായ ഇന്ത്യയുടെ മനുഷ്യൻ അല്ലാമ അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, ദൈത്യനായ പണ്ഡിതൻ അല്ലാമ അബുൽ ഹസൻ അലി നദ്വി സാഹിബിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചരിത്രപുരുഷനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ. അത്രയും വലിയ ഒരു മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട മനസ്സ് കാര്യമാണ്. ഓക്കെ, ഉറപ്പ്, വേറെ ഒരു ചിന്തയും പാടില്ല. എന്നിട്ട് 1 വർഷം ഒന്ന് വിചാരണ ചെയ്യും. കഴിഞ്ഞ 1 വർഷം എന്തൊക്കെയാണ് എനിക്ക് ബാക്കിയുള്ളത് എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു വിചാരണയ്ക്ക് ഈ കടപ്പുറത്ത് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വിചാരണ നേരിടേണ്ടതുണ്ട്. ആ വിചാരണയ്ക്ക് മുമ്പേ സ്വയം ഒരു വിചാരണ. ആ വിചാരണ ആ വിചാരണയുടെ സാഹചര്യം ഏതാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയായി, കടപ്പുറത്ത് പിടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു വിചാരണയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ആ വിചാരണ നടത്താൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും നീ ഒരു വിചാരണ നടത്തുമ്പോഴേ ഏത് സമയത്താ
لا يتكلمون إلا من أذن له الرحمن وقال صوابا. ആരോരുമില്ലാതെ പുനഃസൃഷ്ടിന്റെ പരലോകത്ത് നാം പതറി നിൽക്കുമ്പോ ആ സമയത്തടാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ കോടി മലക്കുകളുടെ നടുവിൽ ഞാൻ നിങ്ങളുമുള്ള അടക്കമാലകളെ നിസ്സഹായനായി നിൽക്കുകയാ. അല്ലാഹു പറയുകയാണ് ആ സമയത്തിലായ തകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. പടച്ചവൻ പരിവാരം കൊടുത്തവർക്കല്ലാതെ ഒന്നും മിണ്ടാൻ പോലും കഴിയാത്ത ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും മിണ്ടാൻ കഴിയില്ല. ഇന്ത്യ ഭരിക്കുമെന്ന് പറയുന്നവർക്കും മിണ്ടാൻ അവകാശമില്ല. 10,000 കൊമ്പെടുത്തിയ ഹിസ്റ്ററി പോലും ഓടപ്പാട്ട് പോലും പേടിച്ച് വിളച്ചു നിൽക്കുന്ന ഒരു ദിവസം 10,000 കോടിക്കണക്കിന് മലക്കുകളുടെ നടുവ് പൊന്നുമോനെ നിന്നെ ഞാൻ നിർത്തുവിടാ. ആ സമയത്ത് ഞാൻ അനുമാനം കൊടുക്കുന്നവർക്കല്ലാതെ അള്ളാനുവാദം കൊടുത്തവർക്ക് ഞാനും മിണ്ടാൻ അവകാശമില്ല. അങ്ങനെ ഒരു വിചാരണക്ക് വേണ്ടി നിൽക്കപ്പെടുന്നതിന് മുമ്പ് ബുദ്ധിമാനാരാ ആ വിചാരണക്ക് നിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയില്ലേ? അള്ളാഹു പറയുകയാണ് യൗമഇദിന തുറവൂന ലാ തഖഫാ മിൻഹും ഖാഫിയ. അന്ന് നീ ചെയ്തതൊന്നും എന്റെ മുമ്പിൽ അദൃശ്യമല്ല. നീ ചെയ്തതല്ലേ ഞാൻ കണ്ടതാണ്. ലോകത്തിന്റെ മുമ്പിൽ നീ ചെയ്തു കൂട്ടിയതല്ല പരസ്യമാക്കിയിട്ട് ഞാൻ വിചാരണ നടത്തുമ്പോ യഥാർത്ഥത്തിൽ ബുദ്ധിയിലല്ലേ നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ കൂടെ താമസിച്ചവരുടെ മുമ്പ് പരസ്യമായിട്ട് പടച്ചിറപ്പി വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വയമായിട്ട് നമുക്കൊരു രാത്രി ഒന്ന് വിചാരണ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു പറയുകയാണ് ആ വിചാരണക്ക് നിൽക്കുന്നത് എങ്ങനെയാ? ولقد جئتمونا فرادا كما خلقناكم أول مرة فلتعلموا أن لن نجعل لكم موعدا. അല്ലാഹു പറയുകയാണ് എങ്ങനെയാണോ നിങ്ങളെ ഞാൻ പടച്ചത് ഉടുതുണി ബന്ധമില്ലാതെ പരിപൂർണമല്ലായി ആണും പെണ്ണുമടക്കമുള്ള ജനകോടികൾ ഭീകരമാണ്. ആണും പെണ്ണുമടക്കമുള്ള ജനകോടികൾ ഉടുതുണി ബന്ധമില്ലാതെ ഏകനായ തമ്പുരാന്റെ മുമ്പ് ഏറ്റവും വലിയ വിചാരണയ്ക്ക് തയ്യാറാവുകയാ. എങ്ങനെയാണ് വിചാരണ? കോഴിക്കോട് പത്താമത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വിചാരണ നടക്കുമ്പോ ആ സമയത്ത് വക്കീലിന്റെ കയ്യിൽ കേസേറി ഉണ്ടാവും. ജഡ്ജിയുടെ മുമ്പിൽ അവൻ ചെയ്ത കേസിന്റെ സർവ്വ ഡീറ്റെയിലും ഉണ്ടാവും. പക്ഷേ പരലോകത്തിലെ വിചാരണക്ക് അങ്ങനെയല്ല. ജാതി സീറ്റ് മുഴുവനും നിന്ന മുതുകത്താണ്. ഞാൻ എന്ന് പറയുന്നൊരു ഖുർആനാണ്. അല്ലാഹു പറയുകയാണ് ജാതി സീറ്റ് ആരുടെ കയ്യിലാ? ونخرج له يوم القيامة كتابا يلقاه منشورا. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അവനവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും അവനവന്റെ മുതുകത്ത് കെട്ടിവെച്ചുകൊണ്ട് മറന്നു പോകരുത്. അവനവൻ ചെയ്തതല്ല അവന്റെ വ്യഭിചാരം, അവന്റെ പലിശ, അവന്റെ കല്ലുകുടി, അവന്റെ തോന്നിവാസം, അവൻ ഈ ജീവിതത്തിൽ ചെയ്തതെല്ലാം അവനവന്റെ മുതുകിന് കെട്ടിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് വിചാരണയ്ക്ക് വേണ്ടി. ആ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്ന ദിവസം, അവിടെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരുമില്ല. ആ വിചാരണയിലോട്ട് കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ഒരു വിചാരണ നടത്തണമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, وكهجراما بالمحاسبة التي تنعكس كثيرا جرى وتساهلا.
എത്രയേറെ തെറ്റുകൾ ചെയ്താലും പാതിരാവിന്റെ നിശബ്ദതയിൽ പടച്ചത്തിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന എന്തേ പറയാൻ കഴിയുന്നില്ല? മഹാന്മാര് മുഴുവനും ഈ സ്വയം വിചാരണ നടത്തിയടാ. നിങ്ങൾക്കറിയുമല്ലോ, 99 പേരെ കൊന്നവന് പോലും മനസ്സിലൊരു വിചാരമുണ്ടായി. തിരിഞ്ഞു നോക്കണം, തിരിഞ്ഞു നോക്കും. 99 പേരെ കൊന്നവന് പോലും ഒരു ദിവസം അവൻ തിരിഞ്ഞു നോക്കിയപ്പോ അവന്റെ പുറകിലവൻ കൊലക്കത്തിക്കിരയാക്കിയ 99 നിരപരാധികളുടെ മൃതദേഹം കണ്ടപ്പോ ആ മനുഷ്യന് തോന്നി, അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ പോയാൽ മരണശേഷം എന്റെ അവസ്ഥ എന്താ? ആ മനുഷ്യൻ പശ്ചാത്താപ വിവശനായി താൻ ചെയ്തു പോയ പാപത്തിന്റെ ഭാരവും പേറി ആ നാട്ടിലെ മഹാനായ മനുഷ്യന്റെ അടുക്കലോട്ട് കടന്നു വന്നില്ലേ, ഞാൻ 90 പേരെ കൊന്നവനാ, എനിക്ക് സൗഭയുണ്ടോ, എനിക്ക് പശ്ചാത്തപിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പശ്ചാത്താപമുണ്ടോ? ആ സമയത്തിനൊക്കെ പശ്ചാത്താപമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്റെ തലവെട്ടിയെടുത്തിട്ട് 100 പേരെ സ്വന്തം കൈയെടുക്കുന്ന കൊലക്കത്തി കൊണ്ട് കശാപ്പ് ചെയ്ത ആ മനുഷ്യന് പോലും, ആ കൊലപാതകക്ക് പോലും ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ നേരെ പിന്നെ പോയത് തൗബ ചെയ്യാനാണ്. പോകുന്ന വഴിയിലാര് മരണപ്പെട്ടു പോയി. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, തൗബ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ പശ്ചാത്താപത്തോടെ തന്റെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കിയ ആ മനുഷ്യൻ അയാൾ പോകുന്ന വഴിയിൽ വീണ് മരിച്ചു. ആ മരിച്ച സമയത്ത് അല്ലാഹുവിന്റെ മനസ്സുകളിൽ തമ്മിൽ തർക്കമായി. ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ അതല്ല നരകത്തിലേക്ക് കൊണ്ടുപോകണോ? നരകത്തിന്റെ മനസ്സുകൾ പറഞ്ഞു, ഇവൻ 100 പേരെ കൊന്നവനാണ്, ഇവനെ നിങ്ങൾ നരകത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയാ. ആ സമയത്ത് സ്വർഗത്തിന്റെ മനസ്സുകൾ പറഞ്ഞു, അല്ല, ഇയാൾ 100 പേരെ കൊന്നിട്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അവൻ പശ്ചാത്തപിക്കാനൊരു നാട്ടിലേക്ക് പോയവനാ, അവനെ ഞങ്ങളാണ് കൊണ്ടുപോവുക. മലക്കുകൾ തമ്മിൽ തർക്കമില്ലായപ്പോ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോലും ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ തർക്കം നടക്കുകയാണ്. ആരുടെ തർക്കമാ? വാപ്പ മരിച്ചിട്ട് മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് മക്കൾ തമ്മിൽ സ്വത്തിനുണ്ടായ തർക്കമല്ല. ആ തർക്കം കേട്ടാണ് നമുക്ക് പരിചയമുള്ളത്. 100 പേരെ കൊന്നവൻ മരിച്ചപ്പോ മലക്കുകൾ തമ്മിൽ തർക്കമാണ്, ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ അതല്ല നരകത്തിലേക്ക് കൊണ്ടുപോകണോ? അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ പോവുക, ആ തർക്കത്തിനൊരു പരിഹാരമുണ്ടാക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണ്ണമായ അധ്യായമാണ്. ഏത് കല്ലുകുടിയനും ജീവിതത്തിൽ മാറാനുള്ള അഭിപ്രായമാണ്. പറഞ്ഞത്ര മാലാഖമാരെ, നിങ്ങളെ തർക്കിക്കല്ല. ഈ മനുഷ്യൻ കിടക്കുന്ന സ്ഥലവും അവന്റെ ജന്മസ്ഥലവും തമ്മിലുള്ള ദൂരവും നടക്കുക. ഈ മനുഷ്യന്റെ ഡെഡ്ബോഡി കിടക്കുന്ന സ്ഥലവും അവൻ പശ്ചാത്തപിക്കാൻ പോയ സ്ഥലവും തമ്മിലെ ദൂരവും നടക്കുക. എവിടേക്കുള്ള ദൂരമാണോ കൂടുതൽ? അവൻ തൗബ ചെയ്യാ പോയ നാട്ടിലേക്കാണ് ദൂരം കൂടുതൽ. അവനെ നരകത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകട്ടെ. അതല്ല, തൗബ ചെയ്യാനുള്ള നാട്ടിലേക്കുള്ള ദൂരം കുറവാണെങ്കിൽ അവനെ സ്വർഗത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ മനസ്സ് വെച്ചിട്ടൊരു ആദ്യത്തെ സതുപദേശം ആ സമയത്ത് അളന്നു നോക്കി. 100 പേരെ കൊന്നവൻ മരിച്ചു കിടക്കുകയാണ്. അവസാനം അളന്നു നോക്കുമ്പോ ഒരു ദൂരം കൊണ്ട് ആള് തൗബ ചെയ്യാൻ പോയ നാട്ടിലെ കരുത്ത് കിടക്കുകയാ. നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വന്ന സ്വർഗത്തിന്റെ കാവൽക്കാരെ, ഈ മനുഷ്യനെ കൊണ്ടുപോയി കൊള്ളുക. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, 100 പേരെ കൊന്നിട്ട് ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പശ്ചാത്താപ ദിവസമായ ജീവിതവുമായി കടന്നു ചെന്നപ്പോ ഒരു ചാണ്ടൂരം തൗബ ചെയ്യുന്ന നാട്ടിലേക്ക് കൂടുതലാണ്. അവിടെ കാണടുത്ത് കിടക്കുക. ആ മനുഷ്യൻ പിന്നീട് സ്വർഗത്തിലേക്ക് വന്ന് ആ റൂഹിനെ മലക്കുകൾ കൊണ്ടുപോയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓരാ താജദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ,
അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്കും ഒരു തീരുമാനമുണ്ടാവണം. ഞാൻ ഈ പറയുന്നത് ആരോടാ? ഇതുവരെ നീ തെറ്റ് ചെയ്തവനാ, പക്ഷേ ഇന്നലെ വരെ കഴിഞ്ഞ് വെള്ളിയാഴ്ചവരെ കഴിഞ്ഞ ദിവസം വരെ നീ തെറ്റ് ചെയ്തവനാ. പക്ഷേ പടച്ചിറപ്പിന്റെ മുമ്പിൽ പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടെ കിടന്നു വന്നാൽ ആ സമയത്ത് നീ ഒരു സൽക്കർമ്മം പോലും ചെയ്തിട്ടില്ല. ആരാ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലോട്ട് കിടന്നു പോകാൻ കഴിഞ്ഞതാരാ? 100 മനുഷ്യരെ തന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സൽക്കർമ്മം പോലും ചെയ്യാറ് അവസാനം 100 പേരെ കൊന്നിട്ട് തൗബ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ നടന്നു പോകുന്ന വഴിയിൽ പാതിവഴിയിൽ മരണത്തിന്റെ മടിത്തട്ടിലോട്ട് മയങ്ങിപ്പോയവൻ പോലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കിടന്നു പോയാൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയൊന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ, ഇങ്ങനെയൊന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ, ഞാൻ ചെയ്തു പോയ പാപങ്ങളോട്ട് കരയാൻ ഇന്നത്തെ രാത്രിയിൽ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ളതല്ല, ഈ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ളതല്ല. 2 വർഷം മുമ്പ് ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരത്തിലൂടെ പാതിരാ സമയത്ത് നടന്നു പോകുന്ന ഭാര്യയെയും ഭർത്താവിനെയും പിടിച്ചു നിർത്തി ന്യൂ ഇയർ ആഘോഷിക്കുന്ന ചെറുപ്പക്കാർ ആ പെണ്ണിനെ പിടിച്ചു നിർത്തിയിട്ട് വിമർശയാക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ഡാൻസ് ചെയ്താൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് റാഗിങ് നടത്തിയ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ 2 വർഷം മുമ്പ് ഭാര്യയെയും ഭർത്താവിനെയും പിടിച്ചു നിർത്തി പാതിരാ സമയത്ത് വിമർശയാക്കി റാഗിങ് നടത്തി ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് ആവാസ നൃത്തം വെട്ടി നീയൊരിഞ്ഞ് ആഘോഷത്തിന് ഇവിടെ പറഞ്ഞിട്ട് പാതിരാവിനിടയിൽ ഈ 2014 ഇസ്തിഗ്ഫാറിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ളതല്ല. എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷിക്കുക? 2 മണിക്കൂർ കഴിയുമ്പോ ഡിസംബർ 31 പെണ്ണിരം 12 നിന്ന് മാറുമ്പോ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് 1 വർഷം കഴിയുകയല്ലേ? യഥാർത്ഥത്തിൽ അല്ലാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് 1 വർഷം കൊടിഞ്ഞു പോവുകയല്ലേ? അല്ലാഹുവിന് ഇനി എത്ര ബാക്കിയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിനെ ഇനി എത്ര ബാക്കിയുണ്ടെന്നറിയില്ല. അടുത്ത വർഷത്തെ ന്യൂ ഇയറിന് ഞങ്ങൾ ഉണ്ടാകുമോ? അടുത്ത ഡിസംബറിന് ഞങ്ങൾ ഉണ്ടാകുമോ? ഇനി ഈ കടപ്പുറത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടുമോ? പടച്ചറപ്പേ, നാളത്തെ സൂര്യോദയം കാണുമോ? ഇല്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചൊരു വിചാരണ നടത്തുക. ആ വിചാരണ നടത്താൻ നമുക്ക് വിളിച്ചിട്ടുണ്ട്. വാക്കവ ഇങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ സ്വയം വിചാരണയ്ക്ക് തയ്യാറല്ലെന്ന് മനസ്സിലെങ്ങാനും ഉറപ്പിച്ചു പോയാൽ, അങ്ങനെ ഉറപ്പിച്ചു പോകുന്നവൻ നാളെ പരലോകത്ത് വച്ച് അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ 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 റബ്ബനാ അബ്സർനാ വസമീനാ ഫർജിനാ നഅമൽ സാലിഹൻ ഇന്നാ മൂമിനൂൻ. തീർച്ച ഇവിടെ വെച്ച് തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇവിടെ വെച്ചൊരു മഹാസഭയ്ക്ക് തയ്യാറല്ലെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഒരു ജീവിതത്തെ ഒന്ന് മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു തിരിച്ചു വരവിന് തയ്യാറല്ലെങ്കിൽ, എന്നെയും നിങ്ങളെ ഈ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഇതേപോലെ ഉണ്ടാവും. ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകും. ആരും അതിൽ നിന്നൊരുമില്ല. ആ മുമ്പിൽ വെച്ച് ഞാനും നിങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അല്ലാഹു നമ്മളെ അങ്ങനെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ അങ്ങനെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒന്ന് മൊത്തത്തിലൊന്ന് മുമ്പോട്ട് കയറിയിരുന്ന ലൈറ്റ് ഹൗസിന്റെ ഭാഗത്തൊക്കെ തിരക്കാണ്. ഒത്തിരി വിഷമുണ്ടായി നമുക്ക് പെട്ടെന്ന് സദസ്സ് അവസാനിപ്പിക്കേണ്ടി വരും. ധാരാളം അവിടെ നിങ്ങൾ ഇരിക്കും മനുഷ്യന്മാരെ. നിങ്ങൾ എന്ത് മഹാസഭ നടത്താനോ 2 മണിക്കൂർ നിങ്ങളുടെ നെഫ്സിനെ പിടിച്ചിരുത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾ ജാനം ചെയ്യണം. 2 മണിക്കൂർ ഈ നെഫ്സിനെ ഈ ശരീരത്തെ ഒന്ന് പിടിച്ചേക്കണം. എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് മുമ്പോട്ടൊന്ന് അടുത്തിരിക്കും. അവിടെ തന്നെ അങ്ങനെ തന്നെ ഇത് നടിച്ചില്ല. അടുത്തിരിക്കാൻ പോയി തളർത്തുമ്പോഴോ ഈ സൈഡിലോട്ടൊന്ന് ഒതുങ്ങിയിരുന്നു പരമാവധി. ഫ്രണ്ട് ഭാഗമല്ല, നിൽക്കുന്ന ഭാഗം ഒന്ന് പരമാവധി അല്ലാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകൾ കൂടെ ഒന്ന് മുമ്പോട്ടിരിക്കും. ഇത് പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ചേക്കാം. ഇത്രയും ഒരു വിഷയം ഒന്ന് ഞാനൊരു ഉപദേശം മാത്രം, വലിയ പ്രസംഗമൊന്നുമില്ല. ഇന്ന് യഥാർത്ഥത്തിൽ ന്യൂ ഇയറിന് പ്രസംഗമല്ല. 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലുക, ദുആ ചെയ്യുക. അതിന്റെ ഇടയിൽ ഒരു സതുപദേശം നടത്തുക. അള്ളാഹു ഉപദേശം ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഉപദേശം വരും.
അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്ന് പരമാവധി എന്താ ചെയ്യുക? ഒതുങ്ങിയിരിക്കണം. ഇത്രയും ആളുകൾ ഉണ്ടാകും, ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവനവൻ തന്നെ നിയന്ത്രിക്കണം. അവനവൻ തന്നെ നിയന്ത്രിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, രംഗത്തുള്ള ഇന്ന് കണ്ടെങ്കിൽ പറഞ്ഞേനെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. സഹോദരിമാരൊക്കെ ഒന്ന് മുമ്പോട്ട് ഇങ്ങനെ ഇരിക്കും. പരമാവധി എന്റെ ഒരു മതി അങ്ങനെ എന്നാ മതി. അത്ര ഇരുന്നോളി. ഇനി ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോളി. അവിടെ തന്നെ ഇരുന്നോളി. ഇളക്കിയാൽ ഈ സദസ്സ് മുഴുവൻ നാശവും. അവിടെ തന്നെ ഇരുന്നോളി. അവിടെ തന്നെ ഇരിക്കും. എല്ലാവരും 3 സലാത്ത് ഉറക്കത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ലക്ഷക്കണക്കിന് സലാത്ത് ഉണ്ടാവട്ടെ. മലബാറിന്റെ മക്കൾ നേടിവിട്ടട്ടെ എന്ന ചരിത്രമല്ല. ലോകം മുഴുവനും ആർഭാടത്തിന്റെ അനാവശ്യത്തിലേക്ക് പോകുമ്പോൾ പടച്ചറപ്പിന്റെ ദർബാറിനെ പിടിച്ചു കുലുക്കി സലാത്തുകളും ഇസ്തിഗ്ഫാറുമായി ഈ മലബാറിന്റെ ജനത, ഈ കേരളത്തിന്റെ ചെറുപ്പക്കാർ, ഇസ്ലാമിക ആവേശമുള്ള ചെറുപ്പക്കാർ എഴുതിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പരലോകത്ത് കൈകടിച്ചു കുടയാനല്ല. അല്ലാഹുവേ, ഈ പാതിരാ സമയത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ വിചാരണ ചെയ്ത് പടച്ചറപ്പെ ചെയ്തു പോയ സർവ്വപാപങ്ങളും ഈ കടപ്പുറത്തെ മണ്ണിൽ കണ്ണുനീര് കൊണ്ട് കുതിച്ചു മാറ്റി ഇൻഷാ അല്ലാഹ് കോഴിക്കോട് കടപ്പുറത്തിന്റെ മറുഭാഗത്ത് തിരുമാലക്കിടയിലൂടെ ഊളിയിട്ട് പോകുന്ന പല സദൃശ്യങ്ങൾ പോലും ഇന്ന് അത്ഭുതത്തോടെ നോക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടാവും. അമ്പരപ്പിക്കുന്ന ഈ സദസ്സ് ഞാനിവിടേക്ക് വരുമ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗത്തും ഗാനമേള അടക്കമുള്ള നീർ നടക്കുന്നുണ്ട്. ഊരിന് കിടക്കുന്ന കാലിക്കസേരകൾ കണ്ടിട്ട് എന്റെ അടുത്ത് അപ്പാച്ചാജിയോട് ഞാൻ പറഞ്ഞു, നോക്ക്, ഗാനമേള നടത്തിയിട്ട് കോഴിക്കോട് ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ ആ സമയത്ത് കാലിക്കസേരകൾ മാത്രം ഇവിടേക്ക് കടന്നു വരുമ്പോ ഒരു പൂരി തരിയിട്ടാൽ പോലും താഴോട്ട് വീഴാൻ കഴിയാത്ത രീതിയിൽ ഈ കോഴിക്കോടിന്റെ ചെറുപ്പക്കാർ പടച്ചറപ്പേ നിങ്ങൾക്ക് ഇവർക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാനെ. കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ പിശാചിന്റെ ഭാഗത്ത് വല വീശുമ്പോ പിശാചിന്റെ വലയോട് പിശാചിനോട് പ്രതിരോധം തീർത്ത് തന്റെ ശരീരത്തോടും പിശാചിനോട് യുദ്ധം ചെയ്ത് ഈ മണൽക്കരയുടെ മണ്ണിൽ പടച്ചറപ്പേ നിന്റെ പരലോകത്തെ പൊട്ടിക്കരയാണെത്തിയ ഈ ലക്ഷക്കണക്കിന് ആണും പെണ്ണും റബ്ബേ പടച്ചവനെ അല്ലാഹുവേ, മലക്കുകളെ നോക്കിയിട്ട് പടച്ചറപ്പ് ചോദിക്കുന്നുണ്ടാവും, നിങ്ങളല്ലേ മനുഷ്യനെ പടക്കാൻ പോയപ്പോ ചോദിച്ചത് ഈ പരസ്പരം ചോരച്ചിങ്ങുന്ന ഒരു സമൂഹത്തെ എന്തിനാ ശ്രദ്ധിക്കുന്നതെന്ന്. ആ മനുഷ്യരെ നിങ്ങളെ കണ്ടോ? എല്ലാവരും ഹറാമിലേക്ക് പോകുമ്പോ എന്റെ മുമ്പിൽ പുറക്കല്ല് തേടാൻ നിൽക്കുന്ന എന്റെ ഈ മനുഷ്യരെ കണ്ടോ എന്ന് റബ്ബ് ചോദിക്കുമ്പോ ഇന്നത്തെ രാത്രി മലക്കുകളിൽ എത്തിച്ചു തരത്തായിട്ടു. ഇന്ന് മലക്കുകൾ തല താഴ്ത്തും പടച്ചറപ്പിന്റെ മുമ്പിൽ. അല്ലാഹുവേ, അല്ലാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. മലക്കുകളെ പോലും അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യനെ ഉന്നതനാക്കുന്ന ഈ പുണ്യമായ സുബത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കച്ചനമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ന്യൂ ഇയറിൽ ഒരു വിചാരണയ്ക്ക് തയ്യാറാണ്. ഇല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഇവിടെ വെച്ച് മഹാസഭ നടത്തിയില്ലെങ്കിൽ, വിചാരണ നടത്തി പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ അവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. വോളണ്ടിയേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. SKSFന്റെ വിക്കായ വിങ്ങിന്റെ കുട്ടികൾ അത്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. എല്ലാവരും പരമാവധി ശ്രമിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 1 കോടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന എല്ലാവരും. ഇന്നലെ വരാത്ത ആളുകൾക്ക് തൊപ്പിയില്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും തൊപ്പി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം തരട്ടെ. ആമീൻ പറയും. സുന്നത്തിന്റെ പ്രതിഫലം നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. തൊപ്പിയിട്ടിട്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നത്. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വെച്ചൊരു ദൃഢപ്രതിജ്ഞ എടുക്കും. എടുക്കൂലേ? കൂടുതൽ പ്രസംഗിക്കേണ്ടത് വേണോ? ഇന്ന് നമുക്ക് ഒരു പ്രതിജ്ഞ എടുത്ത് ഇസ്തിഗ്ഫാറൊക്കെ തന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ആനയുടെ പിണ്ടം കണ്ടിട്ടില്ലേ? ആന വിസർജിക്കുമ്പോൾ അതിന്റെ കാറ്റും ഭയങ്കര വലുതാണ്. അപ്പൊ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലുപ്പം.
ഇത് ഇടണ പാട് ആനക്കല്ലേ അറിയാവൂ. പ്രസംഗിക്കാൻ നിങ്ങൾ 1 മണിക്കെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കണ പാട് ആർക്കെ അറിയാം, പ്രസംഗിക്കണമെന്നറിയാം. ഇന്നലെ പോയിട്ട് എനിക്ക് ഇതുവരെ പുസ്തകം കിട്ടിയിട്ടില്ല. നാളെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ സംഘാടകര് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പറയണം, ഞാൻ നിങ്ങളും അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹുവേ വലൗതറ ഇതിൽ മുസ്ലിമൂന നാകിഫൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സിർനാ വസമീനാ ഫർജിനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ പാതിരാ സമയത്ത് പടച്ചറപ്പിലത് വിചാരണ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നാളെ അല്ലാഹു നമ്മുടെ മുമ്പിൽ നമ്മൾ ചെയ്ത മുഴുവൻ പാപങ്ങളും പടച്ചറപ്പ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോ ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും പറയും റബ്ബനാ അല്ലാഹുവേ 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 അബ്സിർനാ വസമീനാ ഫർജിനാ. ഞങ്ങൾ ഞങ്ങളുടെ ആയുസ്സിൽ ചെയ്തു കൂട്ടിയ സർവ്വ തെറ്റുകളെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ഓരോ തെറ്റുകളും അവന്റെ മുമ്പിൽ റബ്ബ് കാണിച്ചു കൊടുക്കും. അപ്പൊ പറയുമല്ലാതെ ഫർജിന, ഒന്ന് ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കി വെച്ചിരുന്നെങ്കിൽ, ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കി വെച്ചിരുന്നെങ്കിൽ അല്ലാഹുവേ നിഅമൽ സാലിഹാ, ഞങ്ങൾ സൽക്കർമ്മം മാത്രം ചെയ്തു കൊള്ളാം തമ്പുരാനെ, സൽക്കർമ്മം മാത്രം ചെയ്തു കൊള്ളാം തമ്പുരാനെ, സൽക്കർമ്മം ചെയ്തു കൊള്ളാം തമ്പുരാനെ. ആ സമയത്തല്ല പറയും മാവടക്കട, ദുനിയാവിൽ വെച്ച് നിന്റെ തെറ്റുകൾ ചെയ്തു നോക്കിട്ട് ആ തെറ്റുകളെ സ്വയം ഒന്ന് വിചാരണ ചെയ്യാൻ പറഞ്ഞിട്ട് തയ്യാറാവാറ് പടച്ചറപ്പിന്റെ എന്റെ മുമ്പിൽ വന്നിട്ട് നീ മനക്കാൻ പറയുന്നു. ഇല്ല ഇല്ല, ഇവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ മുഹാസബ നടത്തുക. അതിന് പറ്റിയ സമയം ഈ പാതിരാത്രിയാ. ഈ പാതിരാത്രിയിൽ എങ്ങനെയാ നമ്മൾ വിചാരണ നടത്തിയിട്ടൊരു, എങ്ങനെയാ പണച്ചറപ്പിന്റെ മുമ്പിലുള്ള പരലോകത്തെ ഓർക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുൻഗാമികൾ മുഴുവനും ഇങ്ങനെ ധാരാളം വിചാരണ നടത്തിയടാ. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന് രാജ്യമേണ്ടായിരുന്നു. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിനോട് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഇബ്നു ഹജർ തങ്ങളെ, നിങ്ങളുടെ അടിമ പാതിരാ സമയത്ത് ഖബർസ്ഥാനിൽ പോകാറുണ്ടോ? അന്നത്തെ ദിവസം കബറടക്കപ്പെട്ട ആളുകളുടെ കബർ തുറന്നിട്ട് ആ കബറടക്കപ്പെട്ട ആളുകളുടെ കബർന്നുണി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ജോലിയാണ് ഇങ്ങനെ അടിവെക്കും. ഇബ്നു ഹജർ റളിയല്ലാഹു തആല നെറ്റിപ്പോയി, എന്താ ഈ പറയുക? എന്റെ അടിമ കബർന്നുണി മോഷ്ടിക്കാരോ? അവൻ പാതിരാ സമയമുണ്ടല്ല പകല് മുഴുവന് പടച്ചറപ്പിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും തഖ്വയുള്ള എന്റെ അടിമ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ, അതേ ഇബ്നു ഹജർ തങ്ങളെ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഖബർസ്ഥാനിൽ വന്നിട്ട് കബർ ഒടിച്ചിട്ടു. അന്ന് കബറെടുക്കപ്പെട്ട കബർ ഒടിച്ചിട്ടു അതിൽ നിന്ന് ആ മയ്യത്തിനെ പൊതിഞ്ഞ കബർ തുണി എടുത്തിട്ട് ഓടുകയാ. ആദിമകള്ളനാ, ആദിമകള്ളനാ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അന്ന് പാതിരാ സമയത്ത് തന്റെ അടിമയൊന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. പാതിരാ സമയമായ പള്ളിയുടെ വിശാലമായ ഖബർസ്ഥാന്റെ ചാരത്ത് പോയി വിളിച്ചു തന്നു. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട അടിമ കടന്നു വരിക.